പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ISL 11ാം സീസണിലേക്ക് വേണ്ടിയുള്ള ആദ്യ മത്സരത്തിനായി നാളെ കളത്തിലിറങ്ങുകയാണ്. രാത്രി 7:30ക്കാണ് മത്സരം ആരംഭിച്ചേക്കുക. പഞ്ചാബ് FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ലൈനപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കാം. മിക്കവാറും നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് 4-3-3 എന്ന ഫോർമേഷൻ യൂസ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഗോൾ കീപ്പറായിട്ട് ഉണ്ടാവുക സച്ചിൻ സുരേഷ് ആയിരിക്കും. സെൻട്രൽ ബാക്കുകളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും കളിക്കാനാണ് ചാൻസ് ഉള്ളത്. റൈറ്റ് ബാക്കായിട്ട് നവോച്ച സിംഗും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ഐബൻ ദോഹലിംഗും കളിച്ചേക്കും. റൈറ്റ് മിഡ്ഫീൽഡിൽ കളിക്കാൻ ചാൻസ് ഉള്ളത് ഫ്രെഡിയാണ്. ലെഫ്റ്റ് മിഡ്ഫീൽഡിൽ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണ കളിക്കാൻ ചാൻസ് ഉണ്ട്. സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കളിച്ചേക്കുക വിപിൻ തന്നെയായിരിക്കും. ഡ്യൂറന്റ് കപ്പിൽ നിന്നും ഒരു മത്സരം പോലും കളിക്കാനായിട്ട് വിപിന് സാധിച്ചിരുന്നില്ല. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ അല്പം വൈകിയായിരുന്നു വിപിൻ ടീമിൽ ജോയിൻ ചെയ്തിരുന്നത്. മുന്നേറ്റ നിരയിൽ നോവ സദാവി, ജീസസ് ജിമിനസ്, രാഹുൽ KP എന്നീ താരങ്ങളെല്ലാം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ മികച്ചൊരു വിജയം ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിക്കുകയാണെങ്കിൽ അത് ടീമിന്റെ ആത്മവിശ്വാസം കൂട്ടുക തന്നെ ചെയ്യും. അടുത്തൊരു കാര്യം, പഞ്ചാബ് FCയുടെ കോച്ചായിട്ടുള്ള പനാഗ്യൂറ്റിസ് ദിൽബറിസ് എന്ന കോച്ച് ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. കൊച്ചി സ്റ്റേഡിയത്തിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ കളിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കൊച്ചിയിൽ മികച്ചൊരു തുടക്കം തന്നെ ഞങ്ങൾക്ക് ലഭിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മികച്ചൊരു വിജയം കൈവരിക്കാൻ ഞങ്ങൾ മാക്സിമം പോരാടും. ഞങ്ങൾ ഞങ്ങളുടെ എതിരാളികളെ ബഹുമാനിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഞങ്ങൾ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പന്ത് കൈവശം വെച്ചുകൊണ്ട് പൊസഷൻ ഗെയിം കളിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. നാളത്തെ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ഒരു 3 പോയിന്റ് നേടാൻ ഞങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുമെന്നും കോച്ച് കൂട്ടിച്ചേർത്തു. നാളെ തീർത്തും വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും കാണാൻ സാധിക്കുക എന്നുള്ളതിൽ സംശയമില്ല. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.